വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴാട്ടോ കേക്കിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ 2-3 ബോർഡൊക്കെ എടുത്തു. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് എനിക്ക് തോന്നിയ പോലെ അവിടെ ഇവിടെയൊക്കെ കുറേ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചു. പഴയ ബ്രഷ് യൂസ് ചെയ്തു, പിന്നെ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള കളേഴ്സും എൻ്റെ കയ്യിലുള്ളതും എനിക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് 3 ബോർഡിലും ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഉണക്കാൻ വെച്ച് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഈ ബോർഡിൽ നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണങ്ങി കിട്ടും. ഉണങ്ങിയതിന് ശേഷം ഞാൻ ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ ലീവ്സൊക്കെ വരച്ച് കൊടുത്തു കേട്ടോ. തലങ്ങ വിലങ്ങൊക്കെ ലീവ്സ് എനിക്ക് അറിയാവുന്ന പോലെ, എനിക്ക് തോന്നുന്ന പോലൊക്കെ ലീവ്സ് വരച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ട് ബോഹോ പെയിൻറ്റിങ് അങ്ങനെ എന്തൊക്കെ ഇതുപോലെയൊക്കെ വരച്ച് വയ്ക്കുന്നു. അതുപോലെ ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ അങ്ങനെ അതുപോലെ വരുന്ന വിധത്തിൽ ബോഹോ പെയിൻറ്റിങ് വരുന്ന വിധത്തിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു വോൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളയുന്ന കേക്ക് ബോർഡൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ നല്ല അടിപൊളി പെയിൻറ്റിങ്സൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഡബിൾ ടേപ്പ് വെച്ച് ഞാൻ ഇത് വോളിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ വോൾ ഡെക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്.